എൻ്റെ പൊന്നു ചെങ്ങായിമാരെ നമസ്കാരം. എന്തൊരു ട്രെയിലറാണല്ലേ. മറ്റേ പറഞ്ഞ പോലെ കണ്ടിട്ട് തന്നെ തല ഇറങ്ങുന്ന ഐറ്റം. എന്തിനിടെ പടച്ചു വിട്ടിരിക്കണത് അല്ലേ. ആക്സിസ് മുടിയിൽ നിന്ന് പുറത്തു കടന്ന് സ്കൾ ഐലൻഡിലേക്ക് എത്തി. അവിടെ കോങ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു മാരക സീൻ. ആദ്യ സീസൺ ഇവിടെ നിർത്തിയപ്പോൾ അടുത്ത സീസൺ ഒരു ടൈം ഷിഫ്റ്റും കൂടാതെ കോങ്ങിൻ്റെ ആ വരവ് കാട്ടിക്കൊണ്ട് തന്നെ തുടങ്ങിയ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് പോലെ തന്നെ ഇവിടെ ഫ്രമ്മിൻ്റെ കാര്യത്തിലും ഒരു ടൈം ജമ്പും ഇല്ലാതെ എവിടെ നിർത്തിയോ അവിടെ തന്നെ തുടങ്ങുമെന്ന് നമുക്ക് ട്രെയിലർ മൊത്തത്തിൽ കണ്ടു കഴിയുന്നതോടെ മനസ്സിലാക്കാം. ഒരു കൊച്ചു കാര്യം, ഫ്രമ്മിലെ മോൺസ്റ്റേഴ്സിൻ്റെ കാഴ്ചകൾ വരും വരെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് മൊണാർക്കിൻ്റെ മോൺസ്റ്റേഴ്സിൻ്റെ വിളയാട്ടുകൾ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എൻ്റർടൈൻമെൻറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഫ്രം സീസൺ 4 ട്രെയിലർ കണ്ടത് വെച്ച് അവിടെ ടൗണിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോവുക എന്നതിനെക്കുറിച്ച് ചുമ്മാ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ തപ്പി നോക്കാം. ടൈം ട്രാവൽ, പുതിയ നാട്ടുകാർ, മഞ്ഞ വസ്ത്രം ധരിച്ച മനുഷ്യൻ, മാൻ ഇൻ യെല്ലോ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും രക്തരൂഷിതമായ ഒരു സീസണാണ് നമ്മെ കാത്തിരിക്കുന്നത്. തുടങ്ങും മുമ്പ് ഒരു കാര്യം കൂടി, ഫ്രം സീസൺ 4 എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനൽ ഉണ്ടാവുന്നതായിരിക്കും. സന്തോഷമായോ? ഇല്ലേ? എന്തായാലും നമുക്ക് തകർക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നിഗൂഢതകളെ ഒന്ന് ചികഞ്ഞ് നോക്കിയാലോ? ലെറ്റ്സ് ഗോ. ട്രെയിലർ തുടങ്ങുന്നത് ഒരു ആക്ഷൻ രംഗത്തിലോ മോൺസ്റ്റേഴ്സിൻ്റെ ആക്രമണത്തോടു കൂടി ഒന്നുമല്ല, മറിച്ച് ഒരു ശവസംസ്കാര ചടങ്ങിലൂടെയാണ്. ബോയിഡും ഡോണയും കൂടാതെ അവിടെ ആരെല്ലാം ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ റാൻഡൽ, മരിയേൽ, കെന്നി, വിക്ടർ, തബീത്ത, അങ്ങനെ പ്രധാനികളായ മിക്കവരെയും കാണാം. കെന്നിയുടെ അടുത്തേക്ക് നോക്കിയാലോ അവിടെ കൂടെ പൂക്കൾ പിടിച്ചു നിൽക്കുന്ന പുതിയ കഥാപാത്രമായ സോഫിയയും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ജിം മരിച്ചതിൻ്റെ അന്നോ പിറ്റേന്നോ ഒന്നുമല്ല ഈ ഒരു രംഗം നടക്കുന്നത്. ഏതാനും ദിനങ്ങൾ കഴിഞ്ഞ് അവർ അയാളുടെ ശരീരം കണ്ടെത്തിയ ശേഷവും ടൗണിലേക്ക് പുതിയ ആൾക്കാർ വന്നതിന് ശേഷമുള്ള സമയമാണിത്. മുന്നേ മരം വീണ് കിടക്കുന്നിടത്ത് വന്ന് നിറയാറുള്ള കാലൻ കാക്കകൾ ഇപ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറന്നും ഇരുന്നൊക്കെ കരയുന്നത് കണ്ട് തോന്നുന്നത് ടൗണിൻ്റെ റൂൾസ് തന്നെ അപ്പാടെ മാറിയതിനെ സൂചിപ്പിക്കുന്ന പോലെയാണ്. അത്തരത്തിലൊരു എൻഡിങ് അല്ലായിരുന്നോ നമ്മൾ 3ാം സീസണിൽ കണ്ടത്? രാത്രി വരാനുള്ള മോൺസ്റ്റേഴ്സ് പകൽ വന്നത്. ഫ്യൂണറലിൽ 2 പേരുടെ ബോഡി മൂടിക്കെടുത്തിട്ടുള്ളതായി കാണാം. ഇതിൻ്റെ സാധ്യത നോക്കിയാൽ ജിമ്മിനെ കൂടാതെ സോഫിയോടൊപ്പം എത്തിയ ആ പുരോഹിതനെ കൂടിയാണ് അവിടെ അടക്കം ചെയ്യാൻ പോവുക. കാരണം നമ്മൾ ട്രെയിലറിലെ ഈ ഷോട്ടിൽ ടൗണിലേക്ക് പെട്ടുപോകുന്നതായി കാട്ടുന്ന ആ വീണ് കിടക്കുന്ന മരത്തിന് മുന്നിൽ ഒരു വ്യക്തി വന്ന് നിൽക്കുന്നില്ലേ? സോഫിയുടെ കൂടെ വന്ന ആ പുരോഹിതനാകാം മരണപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ചടങ്ങിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. സോഫിയ പാസ്റ്ററുടെ മകളാണെന്ന് നമ്മൾ മിക്കവരും മുന്നേ തന്നെ കേട്ടതാണ്. പക്ഷേ അത് സത്യമാണോ അങ്ങനെ തന്നെയാണോ എന്ന് എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം. ഈ പാസ്റ്റർ മരിച്ചത് ആക്രമണത്തിലൂടെയാണോ അതോ ആക്സിഡൻറ്റിലൂടെയാണോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഇവർ വന്ന കാർ പോസ്റ്റ് ഓഫീസിലേക്ക് ഇടിച്ചു കയറുന്നതായി ഈ ഷോട്ടിലൊന്ന് കാട്ടി പോകുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ബോയ്ഡ്, അദ്ദേഹം ഭാര്യ ആബിയുടെ കല്ലറയ്ക്കരികിൽ നിന്നുള്ള കുറച്ച് സെക്കൻഡുകളാണ് പിന്നെ നമ്മൾ കാണുന്നത്. 1ാം സീസണിൽ ആബിക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ ബോയ്ഡിന് അവരെ വെടിവെക്കേണ്ടി വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നാട്ടുകാരെ വെടിവെച്ച് വന്നാൽ അവരെ ഈ ടൗണിൽ നിന്ന് മോചിപ്പിക്കാമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ബോയ്ഡിനെ സംബന്ധിച്ചിടത്തോളം ആബി പൂർണ്ണമായും മരിച്ചിട്ടില്ല. അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. 2ാം സീസണിൽ അവരുടെ രൂപം ബോയ്ഡിനോട് സംസാരിച്ചിരുന്നു. ഈ ടൗണിലെ തിന്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട കാര്യം അവരെന്ന് വെളിപ്പെടുത്തി. ഈ സ്ഥലം അവിടുത്തെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കണ്ടാണ് നിലനിൽക്കുന്നത് പോലും. മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് നിരന്തരം പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ മികച്ച വഴി മറ്റെന്താണുള്ളത്? നിങ്ങൾ പോരാടണമെന്നും വിജയിക്കണമെന്നുള്ള പ്രതീക്ഷ നൽകാൻ ആ തിന്മ ആഗ്രഹിക്കുന്നു. കാരണം പ്രതീക്ഷയുള്ളപ്പോഴാണ് മനുഷ്യർ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാവുന്നത്. തനിക്കെന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നതായി കല്ലറയ്ക്കടുത്തിരുന്ന ബോയ്ഡ് പറയുന്നുണ്ട്. ഇതിന് 2 അർത്ഥങ്ങളുണ്ടാകാം. ഒന്ന്, മാനസികമായ മാറ്റം. എൽജിനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന സ്ഥിതി വരെ എത്തിയത് കണ്ടില്ലായിരുന്നോ? 2, ശാരീരികമായ മാറ്റം. തൻ്റെ അച്ഛനുണ്ടായിരുന്ന പാർക്കിൻസൺസ് രോഗം തനിക്കും വരുന്നുണ്ടോ എന്ന് ബോയ്ഡിന് ചെറിയ പേടിയുണ്ട്. കൂടാതെ മാർട്ടിൻ എന്ന തടവുകാരിൽ നിന്ന് ബോയ്ഡിൻ്റെ ശരീരത്തിനുള്ളിൽ കയറിയ ബോംബ്സ് പോലുള്ള ആ സംഭവം പിന്നീട് ധീരതയോടെ സ്മൈലി മോൺസ്റ്ററിലേക്ക് മാറ്റിയെങ്കിലും അതിൻ്റെ ആഘാതം ബോയ്ഡിൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നത് വ്യക്തമല്ല. ഇവിടെ വെച്ച് പൊടുന്നനെ കല്ലറയിൽ നിന്നൊരു കൈ പുറത്തേക്ക് വരുന്നത് കാണാം. അത് ആബിയുടേതാകാം, പക്ഷേ ഒരു ഹാലൂസിനേഷനും. മുമ്പ് ബോയ്ഡിന് മ്യൂസിക് ബോക്സും മറ്റേ ബലറീന ഡാൻസറിൻ്റെയൊക്കെ ചില തോന്നലുകൾ ഉണ്ടായിട്ടില്ലേ? അതുപോലെ ഇതും പുള്ളിയുടെ തലയ്ക്കുള്ളിലെ തോന്നലാകാൻ സാധ്യതയുണ്ട്. തുടർന്ന് വളരെ വേഗത്തിൽ കുറച്ച് വിഷ്വൽസ് ഫ്ലാഷായി പോകുന്നുണ്ട്. ആദ്യത്തെ അത് ഫാത്തിമ പ്രസവിച്ച നിലവറയും സ്മൈലി ജീവിപ്പിച്ച ടണലും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നു. പിന്നെ കണ്ണുകൾ മങ്ങിയ നിലയിൽ വായ്ക്കുള്ളിൽ ഒരു എലിയുമായി കിടക്കുന്ന ഒരു മൃതദേഹം കാണാം. ഇതൊരു ടണലോ ബേസ്മെൻറ്റോ മറ്റോ ആണ്. ജൂലിക്കും റാൻഡലിനും മരിയലിനും തടവിലായിരുന്നപ്പോൾ ഇതേപോലുള്ള മങ്ങിയ കണ്ണുകളായിരുന്നു. 1ാം സീസണിൽ ജെയ്ഡ് കണ്ടെത്തിയ മൃതദേഹത്തിനും ഇതേ അവസ്ഥയായിരുന്നു. പിന്നുള്ളൊരു ഫ്ലാഷിൽ കാണുന്ന ആളെ നമ്മൾ മറക്കാൻ സമയമായിട്ടില്ല. 3ാം സീസണിൽ ജെയ്ഡ് കണ്ട പഴയകാല വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ രക്തം നിറഞ്ഞൊരു തലവെട്ടി പിടിച്ചു നിൽക്കുന്നത് കാണാം. ഫാത്തിമ തൻ്റെ കുഞ്ഞിന് വേണ്ടി നടത്തിയ രക്തം കുടിക്കുന്ന ചടങ്ങില്ലേ, എൽജിൻ ചെയ്ത പരിപാടി, അതുമായി ഇതിന് ബന്ധമുണ്ടാകാം. തുടർന്ന് ഒരു കാർ അതിവേഗം ഷെരീഫിൻ്റെ ഓഫീസിലേക്ക് വരുന്നത് കാണാം. ഇത് അപകടമാണോ മനഃപൂർവ്വമാണോ എന്നറിയില്ല. പക്ഷേ ഇത് മുന്നേ പറഞ്ഞ പുരോഹിതനുമായി ബന്ധപ്പെട്ട കാർ ആകണം. സീസൺ 3യുടെ എൻഡിങ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മളന്ന് ഒരു തിയറിയെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അതുപോലെ ഒരു കാലചക്രം സൈക്കിൾ പോലെയാണ് ഇവിടെ തോന്നുന്നത്.
ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ കാതിരി കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ഒരു വിടവ് നികത്താനെന്ന പോലെ ഈ പെൺകുട്ടി ഫാദർ കാതിരിക്ക് പകരമായെത്തിയ ഒരാൾ പോലുണ്ട്. പിന്നെ ആളുകൾ ഓടിപ്പോകുന്നൊരു ഫ്ലാഷ് വരുന്നുണ്ട് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ. ഇത് 1ാം സീസണിൽ ആബി വെടിയുതിർത്തപ്പോഴുണ്ടായ പഴയ ദൃശ്യമാണ്. ബോയ്ഡിൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. തുടർന്നൊരു ടോട്ടവും കാണാം. ഈവിൾസിനെ അകറ്റി നിർത്താനെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കോലം. ട്രെയിലറിലെ ഏറ്റവും ദുരൂഹമായ സീനിലൊന്ന് എല്ലിസും മറ്റുള്ളവരും മനുഷ്യരൂപത്തിലുള്ള ചില പാവകളുടെ അരികിൽ നിൽക്കുന്നതാണ്. വിക്ടറിൻ്റെ ഡ്രോയിങ്സിലുള്ളത് കുട്ടികളല്ല, മറിച്ച് ഈ പാവകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലൊന്ന് ക്യാമറയ്ക്ക് നേരെ ചാടുന്നതും പിന്നാലെ ബോയ്ഡ് ഞെട്ടി ഉണരുന്നതും കാണാം. ഇതൊരു സ്വപ്നമാണെന്ന് ആദ്യം തോന്നാമെങ്കിലും പിന്നീട് ഇതുപോലൊരു ഐറ്റം പലകയെല്ലാം പൊട്ടിച്ച് വുഡ് ക്യാബിലേക്ക് ചാടി വരുന്നൊരു ഹൊറിബിൾ സീനുണ്ട്. ഇതൊരു 1.5 സീൻ ആയിരിക്കും കേട്ടോ. കൊളോണിയൽ കാലത്തെ ആ വുഡ് ഹൗസിൽ നിന്നിട്ട് മുന്നേ ജെയ്ഡും കെന്നിയും ക്രിസ്റ്റിയും കേട്ട ആരോ നടക്കുന്ന പോലുള്ള ആ വിചിത്ര ശബ്ദത്തിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവരെല്ലാം കൂടി വീണ്ടും ഫുഡ് സപ്ലൈസിനോ അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യത്തിനായി ട്രാവൽ ബാഗൊക്കെ ഇട്ട് യാത്ര പോകുന്നത് ഈ ഷോട്ടിലൂടെ കാണാം. ഈ പേക്കോലങ്ങളെ നമുക്ക് സീസൺ 3യുടെ അവസാനം വിക്ടർ പറഞ്ഞ കഥയുമായിട്ടൊന്ന് ചേർത്ത് നോക്കിയാലോ? മരണമില്ലാത്ത ജീവിതം എന്ന വാഗ്ദാനം ലഭിച്ച മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ ബലി കൊടുത്ത കഥയാണത്. ആ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് നൽകിയ പ്രതീക്ഷ, ഹോപ്പ് അവിടെ ഉണ്ടായിരുന്ന മരത്തിൻ്റെ വേരുകളിലേക്ക് മാജിക്കലായി പടർന്നെന്നും പിന്നീട് അതൊരു സിമ്പിളായി മാറി എന്നുമാണ് കഥ. ഒരുപക്ഷെ ബലി നൽകപ്പെട്ട ആ കുട്ടിയുടെ ആത്മാക്കൾ ഈ കോലങ്ങളിലായി ഉണ്ടാവാം. നാട്ടുകാരുമായി അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണോ? പക്ഷെ ഒരു കാര്യം, ഇവരെല്ലാം ടാലിസ്മാനില്ലാതെ എന്തായാലും പുറത്തേക്ക് ഇങ്ങനെ തങ്ങാൻ വരില്ല. അതുവരെ ഭേദിച്ച് അകത്തേക്ക് കിടക്കണമെങ്കിൽ അത്രയ്ക്കും അതിശക്തരായ ടൗണിലെ പുതിയ അവതാരങ്ങളാണോ ഇവർ? എന്തായാലും ആ കോലങ്ങൾ കൊല്ലപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ദേഷ്യമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ സ്കെയർ ക്രോകൾക്ക് വൈക്കോലിന് പകരം ആ മരത്തിൻ്റെ വേരുകളാണോ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് എന്നതും അങ്ങനെ വരുമ്പോൾ സംശയിക്കേണ്ട കാര്യവും. കോളനി ഹൗസിൽ വെച്ച് ഡോണ ബോയ്ഡിനോട് ചോദിക്കുന്നുണ്ട് താഴെ എന്താണ് കണ്ടതെന്ന്. എന്താ കണ്ടത്? ടണലിലായി ബോയ്ഡ് വന്ന മോൺസ്റ്ററിൻ്റെ പുനർജനനം. സീസണിലെ തന്നെ ഒരു ചില്ലിങ് മൊമെൻറ്റ്. പോരാത്തന് ഇപ്പോൾ ഫാത്തിമ എന്തായാലും കാണുന്നത് വയറ് കലയായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞെവിടെ? കുഞ്ഞെന്തിനെ പറ്റിയുള്ള സംസാരവും സ്വാഭാവികമാണ്. ഇതിൻ്റെ ഉത്തരം അറിയാവുന്ന 3 പേർ എൽജിനും ഫാത്തിമയും ബോയ്ഡുമാണ്. സത്യം പറഞ്ഞാൽ ആളുകൾ പരിഭ്രാന്തരാകും. സത്യം മറച്ചു വെച്ചാൽ അത് ബോയ്ഡിൻ്റെ ഉള്ളിൽ കിടന്ന് നീറും. ഈ ഒരു പ്രതിസന്ധിയിലാണ് ബോയ്ഡ് ഇപ്പോൾ. ഈ ഒരു രംഗത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഒടുവിൽ ബോയ്ഡ് വീണ്ടും ആ നിലവറയിലേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുന്നതായി കാണാം. ഈ മനുഷ്യന് അടങ്ങിയിരിക്കാൻ പറ്റൂല. കൊടിയ അപകടമാണെന്ന് അറിഞ്ഞ് വീണ്ടും ചെന്ന് കയറി കൊടുക്കാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ഷോട്ടിലെ ജെയ്ഡും. ബോയ്ഡിനെ പോലെ തന്നെ ആൻസേഴ്സിന് വേണ്ടി അമിതമായി ശ്രമിക്കുന്ന മറ്റൊരാളാണ് ജെയ്ഡ്. അവൻ തനിയെ ഗുഹകളിലേക്ക് നടന്നു പോകുന്നു. അവിടെ സാധാരണ വസ്ത്രം ധരിച്ച ഒരു കൊച്ചുകുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ കാണുന്നു. ടണലിലായി അത്തരമൊരു കാഴ്ച ഒരിക്കലും സാധാരണമല്ല. പക്ഷേ ടൗൺ അവനെ പരീക്ഷിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ നീല വസ്ത്രം എന്നെ വീണ്ടും വീണ്ടും സംശയത്തിലാക്കുവാണ്. ജെയ്ഡ് വന്നിറങ്ങിയത് നീല ഷർട്ടിലാണ്. പിന്നൊരിക്കൽ ഇതുപോലൊരു സാഹചര്യത്തിൽ അഗസ്ത്യകൂടമായി കിടക്കുന്ന ശവത്തിനും നീല ഡ്രസ്സ്. ഇപ്പോൾ ഈ കൊച്ചിനും നീല ഷർട്ട്. എന്നാൽ ജെയ്ഡ് ഇതൊന്നും വകവയ്ക്കുന്നില്ല. സീസൺ 2-ൽ ആ സിംബലിന് പിന്നാലെ പോയതുപോലെ അവൻ ഇപ്പോഴും ഉത്തരങ്ങൾ തേടുകയാണ്. പക്ഷേ ട്രെയിലറിൻ്റെ അവസാനം കാണുന്ന പോലെ മോൺസ്റ്റേഴ്സ് ജെയ്ഡിനെ വളയുന്നതും അവൻ നിലവിളിക്കുന്നതും കാണുമ്പോൾ അത് വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. ജെയ്ഡ് ഒരു പക്ഷേ പണ്ട് കുട്ടികളെ ബലി നൽകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച പഴയകാലത്ത് ഒരാളുടെ പുനർജന്മമാകാം എന്ന് 3ാം സീസൺ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാകാം അവനും തബീത്തയ്ക്കും ഈ കുട്ടികളെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവനെ മോൺസ്റ്ററുകൾ വളയുമ്പോൾ ആ ഇടം കുട്ടികളെ ബലി നൽകിയ കല്ലുകളുള്ള ആ ഒരു സ്പോട്ടാണ്. ഒരുപക്ഷെ ഇതൊരു സ്വപ്നമോ തോന്നലോ ആകാം. ജെയ്ഡിനെ അങ്ങനെ കൊന്നുകളയാൻ പറ്റില്ലല്ലോ റൈറ്റേഴ്സിന്. കാരണം ജിമ്മിനെ കൊന്നതിൻ്റെ തന്നെ ഫ്രമിലായ ഞങ്ങളുടെ രൂക്ഷ പ്രതിഷേധം റൈറ്റേഴ്സ് കണ്ട് അമ്പരന്നിട്ടുണ്ടാവണം അല്ലേ? പിന്നല്ല. ട്രെയിലറിലെ മറ്റൊരു ഷോട്ടിൽ തബീത്തയോട് ജൂലി ചോദിക്കുന്നുണ്ട്, എവിടെ ഡാഡ്, എന്താ ഇനി തിരിച്ചു വരാത്തെ എന്ന്. സീസൺ 3യുടെ അവസാനം മാനിനിയല്ലോ വന്ന് ജിമ്മിനെ ക്രൂരമായി കൊല്ലുന്നത് അവൾ കണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇവിടെയാണ് സ്റ്റോറി വാക്കിംഗ് ജൂലി അഥവാ ഫ്യൂച്ചർ ജൂലി എന്ന സങ്കല്പം വരുന്നത്. കഴിഞ്ഞ സീസണിലെ ജൂലിയുടെ ആ ഒരു ക്ലൈമാക്സ് സീനിൽ അവളുടെ ഡ്രസ്സിങ്ങും മുടിയുടെ നീളവും ഒക്കെ മാറിയത് ശ്രദ്ധിച്ചാൽ അവൾക്ക് കാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. അച്ഛന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നിന്നെത്തി ജൂലി പരാജയപ്പെട്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിലുള്ള ജൂലി അച്ഛൻ എവിടെയാണെന്നറിയാതെ വിഷമിക്കുകയാണ്. കാരണം രാത്രിയാവാറായിരിക്കുന്നു. പോരാത്തതിന് ലാസ്റ്റ് ബെല്ലും മുഴങ്ങുന്നു. താബീത്തയോടൊന്ന് സംസാരിക്കണമെന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. ഒരുപക്ഷെ അവൻ ജിമ്മിൻ്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷമുള്ള ഒരു സീനാകാം. കൂടാതെ വിക്ടർ വരച്ച ഒരു പഴയ ചിത്രം കാണാം. അതിൽ മഞ്ഞ വസ്ത്രധാരിയും പിന്നീടൊരു കാറുമുണ്ട്. ഇതിനർത്ഥം വിക്ടറിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇയാൾ അവിടെ വന്നിട്ടുണ്ടെന്നാണ്. ആ യെല്ലോ ഡ്രസ്സിൻ്റെ വരപ്പ് വിക്ടർ ഇപ്പോൾ എന്തിനു കാണിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒരു ഷോട്ടിൽ ജിമ്മിനെ തിരക്കി ഇറങ്ങിയതാവണം. കാടിനുള്ളിലായി ഈതനും ജെയ്ഡിനുമൊപ്പം വിക്ടറും ചേർന്ന് കാണുന്നത് അവിടെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്ന മഞ്ഞ വസ്ത്രമാണ്. അപ്പോൾ മാനിനിയല്ലോ തൻ്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി അയാൾ മാനിനിയല്ലോ അല്ല,
ഒന്നുമില്ലാത്ത മാനാണ്. തബീത്ത് ഇതുപോലെ ജിമ്മിനെ തിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ താഴെയായി എന്തോ കണ്ട് അന്തിച്ച് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കും. ജൂലിയും ഈതനും ചേർന്ന് കളപ്പുര തുറക്കുന്നതും തബീത്ത് നിലവിളിക്കുന്നതൊക്കെ ഒരേ സമയം കാണിക്കുന്നത് കണ്ടിട്ട് ആ കളപ്പുരയിലാണ് അവർ ജിമ്മിൻ്റെ ശരീരം കണ്ടെത്തുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. മാത്രമല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ജിമ്മിനോട് ഇപ്പോഴത്തെ ഒന്നുമല്ലാത്ത ആ മാൻ പറഞ്ഞ അതേ ഡയലോഗ്, അറിവിനും ഒരു വില നൽകേണ്ടി വരും. നോളജ് കംസ് അറ്റ് എ കോസ്റ്റ്. ജിമ്മും ജെയ്ഡും ചേർന്ന് കഴിഞ്ഞ സീസൺ ഫിനാലയിൽ ഒരുമ്പിട്ടിറങ്ങി ടൗണിൻ്റെ വൻ ചരിത്രങ്ങൾ ചികഞ്ഞെടുത്തതായി കണ്ടിരുന്നു. ഈ ലഭിച്ച അറിവിന് വിലയായി ജിമ്മിൻ്റെ ജീവൻ എന്നുദ്ദേശിക്കുന്ന പോലെയാണ് ആ ഡയലോഗ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ട്രെയിലറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഭാഗം ജൂലിയും റാൻഡലും ആ റൂയിൻസിനടുത്തായി നിൽക്കുന്നതാണ്. അവൾ വീണ്ടും ടൈം ട്രാവൽ ചെയ്യുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുന്നേ കിളി പാറുന്ന രീതിയിൽ ബോയ്ഡിന് കിണറിലേക്ക് കയറിട്ട് കൊടുക്കുന്ന ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടതല്ലേ. ഇപ്രാവശ്യം അവൾ റൂയിൻസിലേക്ക് കടക്കുമ്പോൾ ഉള്ള വിഷ്വൽസ് കണ്ടിട്ട് തോന്നുന്നത് ഒന്നാം സീസണിൽ ബോയ്ഡും ജിമ്മും ആർവിക്കുള്ളിൽ കുടുങ്ങിയ രാത്രിയിലേക്ക് ജൂലി ടൈം ട്രാവൽ ചെയ്തെത്തിയെന്നാണ്. ഇഫ് അങ്ങനെ ആണേൽ ഇത്തവണ അവളുടെ കാഴ്ചപ്പാടിലാകും നമ്മളതിനെ കാണുക. തിരിച്ചെത്തുന്ന ജൂലി റാൻഡലിൻ്റെ മുന്നിലിരുന്ന് അലറിക്കരയുന്നത് കണ്ടിട്ട് അവൾ ജിമ്മിനെ കണ്ടതാണോ, അല്ലെങ്കിൽ എന്തോ താങ്ങാൻ കഴിയാത്ത ദുഃഖം അവൾക്കുണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം, രണ്ടാം സീസണിൽ റാൻഡൽ മോൺസ്റ്റേഴ്സിൻ്റെ പിടിയിലായ ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത് എന്നാരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ ജൂലി ആ നിമിഷത്തിലേക്ക് തിരിച്ചുപോയി അന്ന് മറന്നുപോയ സത്യങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും അവൾ ഈതൻ പറഞ്ഞ സ്റ്റോറി വാക്കിംഗ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഭൂതകാലത്തെയും ഭാവിയിലെയും രംഗങ്ങൾ കാണാൻ സാധിക്കുന്നത് കഥയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും. ട്രെയിലറിൽ ഉടനീളം ബോയ്ഡിനെ നോക്കിയാൽ അയാളിപ്പോൾ കടുത്ത ഡിപ്രഷനിലാണ്. പുതിയ മോൺസ്റ്ററുകളൊക്കെ എത്തുന്നു, നട്ടുച്ചയ്ക്ക് ഓരോരുത്തർ മരണപ്പെടുന്നു, കൊന്ന പിശാചുകൾ പുനർജനിക്കുന്നു. ഈ ടൗണിൽ ഇതെന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ ഇതിൻ്റെ റൂൾസ്? അതൊന്നും ബോയ്ഡിന് പിടികിട്ടുന്നില്ല. ഈ മോൺസ്റ്റേഴ്സിനെ തടയാൻ കഴിയില്ലെന്നും ആരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോടില്ലെന്നും അയാൾ വിശ്വസിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഇതെല്ലാം അവർ കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ മാനിനെല്ലോ ധരിച്ചിരുന്ന ഡ്രസ്സിൻ്റെ ചുറ്റുമായി നിന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മോൺസ്റ്റേഴ്സിനെതിരെ നിന്ന് ഒരിക്കൽ ശക്തമായ വെല്ലുവിളി നടത്തിയ ഒരാൾ കൂടിയാണ് ബോയ്ഡ്. ടൗണിൻ്റെ മെയിൻ ടാർഗറ്റ് അയാൾ തന്നെയാണിപ്പോൾ. ഫാത്തിമയുടെ സുഖപ്രസവം എന്തായാലും കഴിഞ്ഞു. കൺഗ്രാറ്റ്സ് ഫാത്തിമ. ഓഫീസർ അക്കോസ്റ്റയും ബോയ്ഡും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ബോയ്ഡ് ഒരു മോൺസ്റ്റർ ആണെന്ന് അവൾ മുഖത്ത് നോക്കി പറയുന്ന കണ്ടിട്ട് ഇത് മിക്കവാറും ഇവൾ മേടിച്ച് കൂട്ടും എന്നങ്ങോട്ട് തോന്നുന്നതിന് മുമ്പേ തന്നെ അതേണ്ട ആ ഒരു സീനും എത്തി. സഹിയിട്ട് ആംബുലൻസിന് മുന്നിൽ വെച്ച് ബോയ്ഡ് അവളെ തള്ളുന്നത് നമുക്ക് കാണാം. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് അക്കോസ്റ്റ് ടൗണിൽ വന്നതിന് ശേഷം ഇതുവരെ തിരിച്ചു പോകാനൊരു ശ്രമവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവൾ വന്ന ആ ആംബുലൻസിൽ തന്നെ കയറി അതും എടുത്തുകൊണ്ട് റോഡിലൂടെ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തുന്നതും ഇത് കണ്ട് തടുക്കാൻ കെന്നി മരിയലുമായി പഞ്ചറവാൻ ആണി വയ്ക്കുന്നതും അങ്ങനെ നിന്നുപോയ വണ്ടിയിൽ നിന്ന് ബോയ്ഡ് ഇറക്കി അവളെ ശകാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. മോട്ടൽ സൈനിന് മുകളിൽ രക്തം നിറഞ്ഞൊരു ചാക്ക് തൂങ്ങിക്കിടക്കുന്നത് ബോയ്ഡ് കാണുന്നു. അത് ജിമ്മിൻ്റെ ശരീരഭാഗമാകാം. ഓടി വരുന്ന ഈതനെ പിടിച്ചു നിർത്തുന്നത് കാണുമ്പോൾ അത് തന്നെ പാവം. ഒടുവിൽ ആ ഐറ്റം നഗ്നനായ മഞ്ഞ വസ്ത്രധാരി നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മാത്രമാണോ ഇറ്റ് വെൽക്കം ടു ഡെറിയിലെ ഫ്രാൻസിസ് ഷോയെ പേടിപ്പിച്ച ആ നീളമുള്ള മനുഷ്യനെ പോലെ തോന്നുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയായിരുന്നോ? എന്തായാലും വിക്ടറിൻ്റെ കയ്യിലുള്ള പോലത്തെ എന്തോ സൂട്ട് കേസൊക്കെ ആ മോൺസ്റ്ററിൻ്റെ അടുത്തിരിപ്പുണ്ട്. അയാളുടെ തൊലിയും എല്ലുകളൊക്കെ വികൃതമായി ഓടുകയും രൂപം മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെളിച്ചത്തിൽ നടക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് ഇത് മറ്റു മോൺസ്റ്റേഴ്സിനെ പോലെ അല്ല എന്ന് വ്യക്തമാണ്. ഇതിന് പിന്നാലെ വരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന കാഴ്ച ഈതൻ ജിമ്മിനെ പോയി കെട്ടിപ്പിടിക്കുന്നതാണ്. ജിം മരിച്ചു എന്ന് നമുക്കറിയാം, പിന്നെ എങ്ങനെ അയാൾ തിരിച്ചു വന്നു? മഞ്ഞ വസ്ത്രം ധരിച്ച മനുഷ്യൻ രൂപം മാറി വന്നതാണോ ഇത്? ആ ഒരു സീക്വൻസൊക്കെ കാണുമ്പോൾ ഒരുതരം ഷേപ്പ് ഷിഫ്റ്റിംഗ് പോലെ തന്നെ തോന്നുന്നുണ്ട്. ടൗൺ അവിടെയുള്ള ആളുകളെ പോലെ ഷേപ്പ് ഷിഫ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ട്രെയിലറിലെ ബിക്കം വാട്ട് യു ഫിയർ എന്ന വരികൾ ഹിന്റ് ചെയ്യുന്നുണ്ട്. മാനിനിയല്ലോ ജിമ്മിൻ്റെ രൂപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈതിന് കൊടിയ അപകടമാണ്. പുതിയ ക്യാരക്ടറായ സോഫിയെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടതെല്ലാം വളരെ ഭീകരമായ അവസ്ഥകളാണ്. അവൾ അവിടെ എത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ നിയമങ്ങളോ ആളുകളോ ഒന്നും അവൾക്കറിയില്ല. കൂടെ വന്ന ഏക വ്യക്തി നഷ്ടപ്പെട്ടു. താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളുമൊത്ത് പൂക്കൾ പിടിച്ച് നിൽക്കേണ്ടി വരുന്ന സോഫിയുടെ അവസ്ഥ ഈ സ്ഥലത്തിൻ്റെ ക്രൂരത വെളിപ്പെടുത്തുന്നു. ടൗണിലേക്ക് എത്തിപ്പെട്ടു പോയാൽ നിങ്ങൾക്കൊന്ന് സെറ്റിലാകാൻ പോലും സമയം നൽകില്ല എന്ന് സാരം. സംസ്കാര ചടങ്ങിൽ സോഫിയ കെന്നിക്കൊപ്പമാണ് നിൽക്കുന്നത്. പിന്നീട് ഇരുവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ കണ്ടിട്ട് ഈ സീസണിൽ കെന്നിയുടെ ലവ് ഇൻട്രസ്റ്റ് സോഫിയ ആയിരിക്കുമെന്ന് തോന്നുന്നു. കെന്നിക്ക് ഇതിനകം തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അവൻ്റെ അമ്മ, അച്ഛൻ, അവൻ്റെ സുരക്ഷിത ബോധം എല്ലാം. പിന്നെ ഒരു ഇഷ്ടമുള്ള ക്രിസ്റ്റിയെ ഏത് നേരത്താണോ എന്തോ മിരിയിൽ വന്ന് കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ആരെക്കാളും കെന്നിക്കാണ് സത്യത്തിൽ ഒരു കംഫർട്ട് സോണിൻ്റെ ആവശ്യമുള്ളത്. അവന് നല്ലത് വരട്ടെ, നമുക്ക് നോക്കാം. എൽജിൻ, യെസ് മോനെ, ദ പൈറേറ്റ് ഈസ് ബാക്ക്. എന്ത് വർത്താനോടോ? എൽജിൻ പറയുന്നത് എന്താ? സത്യം വരുന്നാൽ പുറത്ത് വരുമെന്ന്. അതെത്ര മൂടി വെച്ചാലും. ബോയ്ഡും തിരിച്ച് കട്ടയ്ക്ക് തന്നെ മറുപടി കൊടുക്കുന്നത് ആ സത്യം പുറത്തു വരാതിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരുത്തുമെന്നു.
ഈ ബോയ്ഡിൻ്റെ സ്വഭാവം വെച്ചിട്ട് അയാൾ ടണലിൽ നടന്ന കാര്യമൊന്നും ആരോടും പറഞ്ഞു കാണാൻ വഴിയില്ല. ഡോണയോടും മറ്റുമൊക്കെ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ഊതി കാണും. അതേക്കുറിച്ചായിരിക്കും എൽജിൻ പറയുന്നത്. മരുമോൾ സ്മൈലി മോൺസ്റ്ററെ പ്രസവിച്ചു എന്നറിഞ്ഞാൽ അത് അവർക്ക് തന്നെ ഏറ്റവും വലിയ അപകടമാണെന്ന് ബോയ്ഡിനറിയാം. ഫാത്തിമ എന്തോ ക്ലേ പെയിൻറ്റിങ് നടത്താൻ വേണ്ടിയിട്ട് ചെളിയൊക്കെ കൂട്ടിവെക്കുന്ന കാണാം. അതിന് എന്തിനാണോ എന്തോ. മരിയൽ പറയുന്ന ഒരു ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടൗൺ വെറുമൊരു സ്ഥലമല്ല, നമ്മുടെ വേദന കുടിച്ചു വളരുന്ന ഒന്നാണ്. അതായത് ഇവിടുത്തെ ഓരോ മരണവും ഓരോ നിലവിളിയും ഈ പട്ടണത്തിലെ ഇന്ധനമാണ്. ഈ പറഞ്ഞ പോലെ ടൗണിലെ മറ്റൊരു കളിപ്പീരായ ഡൈനറിലെ ആ ജൂക്ക് ബോക്സ് വീണ്ടും പാടി തുടങ്ങുകയാണ്. അതിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകൾക്കും ടൗണിലുള്ളവർക്കും തമ്മിൽ എന്തോ അഗാധമായൊരു ബന്ധമുള്ളതായി നമ്മൾ പലതവണ കണ്ടുപോയിരുന്നു. ഒരുപക്ഷെ ആ പാട്ടുകൾ മരിച്ചുപോയവർ നൽകുന്ന എന്തെങ്കിലും സന്ദേശമോ മറ്റോ ആകാം. പാട്ടുപെട്ടി ഇപ്പോൾ വീണ്ടും ഓണാകുമ്പോഴും അതിലെ പാട്ടിൻ്റെ പേരൊക്കെ നോക്കിയാൽ അത്ര വെടിപ്പല്ല. ടൗൺ വിത്തൗട്ട് പിറ്റി, സൈക്കോ കില്ലർ, ലാസ്റ്റ് ചാൻസ് ടു ടേൺ അറൗണ്ട്, അങ്ങനെ എല്ലാറ്റിനും ഒരു വശപ്പിശക്. വീട്ടിൽ തബീത്തയും ജൂലിയും ഈദനും എന്തോ പാരനോർമലായി നടക്കുന്ന കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഇതും എന്തോ ഒരു പുതിയ അപകടമാണ്. ചിലപ്പോൾ തുടക്കത്തിൽ തബീത്ത കരുതിയ പോലെ ഇതാരോ എന്തോ പറയാൻ ശ്രമിക്കുന്നതാ. നിങ്ങൾ ടൗണിൻ്റെ കാലാവസ്ഥ ശ്രദ്ധിച്ചായിരുന്നോ? ട്രെയിലറിൽ വേനൽക്കാലമാണ് കാണിക്കുന്നത്, എന്നാൽ സീസൺ 3ൽ വിൻ്റർ ആയിരുന്നു. വിക്ടർ പറഞ്ഞ അനുസരിച്ച് അവൻ്റെ കുട്ടിക്കാലം മുതൽ അവിടെ ഒരിക്കലും കാലാവസ്ഥ മാറിയിട്ടില്ല. സ്മൈലിയുടെ പുനർജനനവും മാൻ ഇൻ യെല്ലോയുടെ വരവുമൊക്കെയായി ടൗണിൻ്റെ ഘടനയെ മറന്നുകൊണ്ടാകാം വേനൽക്കാലമൊക്കെ പുതുതായി വരാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ ഇത് വെറും ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ അനുസരിച്ചുള്ള മാറ്റമാകാനും സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് വിക്ടർ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നിൽക്കാം. അതാകുമ്പോൾ ഒരു ത്രില്ലുണ്ട്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നായി മാറുന്ന കാഴ്ചയാണ് സീസൺ 4ൽ നമ്മളെ കാത്തിരിക്കുന്നത്. തബീത്തയെ ബോയ്ഡ് ആശ്വസിപ്പിക്കുന്നു. മരിയൽ വീണ്ടും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സാറയ്ക്ക് പഴയതുപോലെ അസ്വസ്ഥതകളും ശബ്ദങ്ങളും വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്ന സീസൺ അതിഭീകരമായിരിക്കും. ഈ സീസണിലെങ്കിലും നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ 4th ഗിയറിലേക്ക് വരും മുന്നേ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഗിയർ ഇടേണ്ടത് അത്യാവശ്യമല്ലേ? സ്റ്റേ ട്യൂൺ ലവ്ലീസ്. അത്ഭുതമാണ് സംഭവങ്ങളെ ഇനി വേദാം പാക്കപ്പുറേ. അപ്പോൾ മോൺസ്റ്ററിൻ്റെ വിളയാട്ടുമായി മൊണാർക്കിൻ്റെ അടുത്ത അധ്യായമായി സീ യു ഗൈസ് ആൻഡ് ടേക്ക് കെയർ.